UDF സർക്കാർ അധികാരത്തിലെത്തി 1.5 മാസം പിന്നിടുമ്പോഴേക്കും സംസ്ഥാനം അപ്രഖ്യാപിത പവർ കട്ടിലേക്ക്. ദിവസവും അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ രാത്രിയിൽ പവർ കട്ട് ഏർപ്പെടുത്തിയപ്പോൾ പകലും വ്യാപകമായി കറണ്ട് പോവുകയാണ്. മഴ കുറവായ കാരണം വൈദ്യുതി ക്ഷാമം ഉണ്ടെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാട്. ഇടത് സർക്കാരിന്റെ 10 വർഷക്കാലം പവർ കട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, വീണ്ടും മലയാളിയുടെ നിത്യജീവിതത്തിലേക്ക് പവർ കട്ട് കടന്നു വന്നിരിക്കുന്നു. UDF സർക്കാർ അക്കാര്യത്തിൽ വളരെ വേഗം പ്രവർത്തിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കിട്ടുന്ന വിവരങ്ങൾ? തീർച്ചയായും ഷമി, സംസ്ഥാനത്ത് വലിയ തോതിൽ ഇപ്പോൾ പവർ കട്ട് അത് ജനങ്ങൾക്ക് പ്രതിസന്ധിയാകുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കാരണം നേരത്തെ അറിയിച്ചിരുന്നത് ജൂൺ 30 വരെയും ചെറിയ തോതിലുള്ള നിയന്ത്രണം എന്ന രീതിയിലാണ്, വൈദ്യുതി നിയന്ത്രണം എന്ന രീതിയിലാണ് KSEBയുടെ അറിയിപ്പുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ അരമണിക്കൂർ വീതം 3ഉം 4ഉം തവണയും പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് സംസ്ഥാന വ്യാപകമായി തന്നെ ആ രീതിയിൽ തന്നെ ഈ പവർ കട്ട് എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ വലിയ തോതിൽ ജനങ്ങൾ അതിനെതിരെയുള്ള പ്രതിഷേധവും ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ കേവലം ഒരു ചെറിയ നിയന്ത്രണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അരമണിക്കൂർ വീതമുള്ള പവർ കട്ട് എന്ന രീതിയിൽ എല്ലാ ദിവസങ്ങളിലും രാവിലെയും രാത്രിയും ഈ 2 സമയങ്ങളിലും ഇപ്പോൾ പവർ കട്ട് KSEB നടത്തുന്നു. ഇതിന് സർക്കാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് വലിയ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. പക്ഷെ കടുത്ത വേനലിനെ നേരിട്ടപ്പോൾ പോലും ഈ രീതിയിൽ സംസ്ഥാനത്ത് ഒരു വൈദ്യുതി 5 മിനിറ്റ് നിയന്ത്രണം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് എന്നത് തന്നെയാണ് ഉയരുന്ന വിമർശനം. തീർച്ചയായും ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. പകലും രാത്രിയും ഒരുപോലെ കറണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തുന്നു. LDF സർക്കാരിൻ്റെ കാലത്ത് എന്തുകൊണ്ട് പവർ കട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് പവർ മാനേജ്മെൻറ്റിൻ്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ സംസ്ഥാനം ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമല്ല. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി തന്നെയാണ് സംസ്ഥാനത്ത് പവർ കട്ടില്ലാതെ 10 വർഷം മുന്നോട്ട് പോയത്. എന്നാൽ ആ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം UDF സർക്കാരിന് ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ഇരുട്ടിലേക്ക് പോകുന്നത്. ഇന്നലെ തന്നെ വിവിധ ജില്ലകളിൽ അരമണിക്കൂർ 1 മണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും സംസ്ഥാനത്തെ പല ജില്ലകളിലും പവർ കട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. എങ്ങനെ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം എന്ന ചോദ്യത്തിന് വൈദ്യുതി മന്ത്രിക്ക് കൃത്യമായ മറുപടിയൊന്നുമില്ല. അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്, മഴയില്ല, അതുകൊണ്ട് പവർ കട്ട് വേണ്ടി വരുന്നു എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് ലഭിക്കുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. കൃത്യമായി വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും അത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുകയും ചെയ്യുക എന്ന ഒരു കർത്തവ്യം വൈദ്യുതി വകുപ്പിനുണ്ട്. അല്ലാതെ മഴ പെയ്താൽ കറണ്ട് കൊടുക്കാം, മഴയില്ലെങ്കിൽ ഇരുട്ടത്ത് ഇരുന്നോളൂ എന്ന സമീപനം അംഗീകരിക്കാൻ കേരള ജനത തയ്യാറായില്ല. അതായിരുന്നു കഴിഞ്ഞ 10 വർഷവും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എപ്പോൾ കറണ്ട് പോകും എന്ന് പോലും അറിയിപ്പ് ലഭിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും സംസ്ഥാനം വീണ്ടും പഴയ UDF സർക്കാരിൻ്റെ കാലത്തെ ഇരുട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. സ്വാഭാവികമായി മാറ്റത്തിന് വേണ്ടി ചിന്തിച്ചവർക്കൊക്കെ വളരെ നന്നായി ഈ ഇരുട്ട്, ഈ വൈദ്യുതി കറണ്ട് കട്ട് ഒക്കെ ആസ്വദിക്കാം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.